പ്രിയപ്പെട്ട സഹോദര, MC റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ കോടിക്കണക്കിന് രൂപയുള്ളതായ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ കാണാൻ കഴിയുന്നതാ. എന്നാൽ ആഡംബരത്തിന്റെ നടുവിൽ വിരാജിക്കുന്നവരെക്കാൾ പടച്ച തമ്പുരാൻ ഇഷ്ടമുള്ളതാരെന്നറിയുമോ? സുബഹിക്ക് തന്റെ സൈക്കിളും എടുത്ത് പള്ളിയിലേക്ക് പോകുന്ന ഒരു വിശ്വാസമുള്ളവനെയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് തിരിച്ചറിയ, ഒന്ന് ചിന്തിച്ചു നോക്കടേ. ഇന്നൊരുപാട് സുഖ സൗകര്യങ്ങളിൽ വിരാജിക്കുന്നവര്, ഒരുപാട് സന്തോഷങ്ങളിൽ മതിമറന്നു പോകുന്നവര്, പടച്ച തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ഈമാനുള്ള ഒരു സ്ത്രീയെയും പുരുഷനെയുമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചിന്തിക്കുക. അറിയുമല്ലോ, ഇന്ത്യ രാജ്യത്തെ സമ്പന്നന്മാരുടെ കണക്കെടുക്കുമ്പോൾ ഈ രാജ്യത്തെ സമ്പത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ തന്റെ കൈക്കലാക്കി വെച്ചിരിക്കുന്ന അനിൽ അംബാനിയില്ലേ, ആ അനിൽ അംബാനിയേക്കാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടം അതേ അന്നുള്ള ജീവിതത്തിന് വേണ്ടി കമ്പോളങ്ങളിൽ പോയി ചുമടുകൾ താങ്ങുന്നതായ ഒരു പാവപ്പെട്ട വിശ്വാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അനിൽ അംബാനിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ നിത അംബാനി, ആ നിത അംബാനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തന്റെ ഭാര്യക്ക് ജന്മദിന സമ്മാനം കൊടുത്തതെന്താ? 242 കോടി ഡോളർ വിലയുള്ളതായ ഒരു ജെറ്റ് വിമാനമാണ് തന്റെ ഭർത്താവ് തന്റെ ഭാര്യക്ക് സമ്മാനമായി കൊടുത്തതെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരി, 242 കോടി ഡോളർ വിലയുള്ളതായ ജെറ്റ് വിമാനം ജന്മദിന സമ്മാനമായി കിട്ടിയതായ നിതാ അംബാനി എന്ന പെണ്ണിനേക്കാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ഇഷ്ടമുള്ളതാരെയാ? ഈ വല്ലം ചൂണ്ടി പ്രദേശത്തതാ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായിക്കൊണ്ട് വിശ്വാസത്തെ സൂക്ഷിച്ചുകൊണ്ട് കഴിയുന്നതായ ഒരു പെണ്ണിനെയാ പടച്ച തമ്പുരാൻ ഇഷ്ടമുള്ളതെന്ന് മഹാനായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ. അതേ, വലാ യുഅ്തൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടമുള്ളവർക്കല്ലാതെ ഈമാൻ കൊടുക്കുകയില്ല. അതേ എന്റെ സഹോദരങ്ങളെ, ചിന്തിക്കണേ. എന്നോടും നിങ്ങളോടും പടച്ച തമ്പുരാന് വല്ലാത്ത ഇഷ്ടമാ. സൗന്ദര്യമുള്ളവരെക്കാൾ, സമ്പാദ്യമുള്ളവരെക്കാൾ, സൗകര്യമുള്ളവളെക്കാൾ, എല്ലാവിധ സംവിധാനങ്ങളും ഉള്ളവരെക്കാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് എന്നോടും നിങ്ങളോടും ഇഷ്ടമുള്ളത് കണ്ടാ നമുക്ക് പടച്ച തമ്പുരാൻ ഈമാൻ തന്നിട്ടുള്ളത്. വമൻ അതാഹുൽ ഈമാൻ, ആർക്കെങ്കിലും പടച്ച തമ്പുരാൻ ഈമാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അടയാളം എന്തെന്നറിയുമോ? ഫഖദ് അഹബ്ബഹു, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അവനോട് ഇഷ്ടമുണ്ട് എന്നാ. നമ്മൾ തിരിച്ചറിയണം, പടച്ചവൻ നമുക്ക് തന്നിട്ടുള്ള ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും അതല്ല ആർക്കും കൊടുക്കും. ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും, മുശ്രിക്കീങ്ങൾക്കും കൊടുക്കും, കാഫിരീങ്ങൾക്കും കൊടുക്കും, സർവർക്കും കൊടുക്കും. അതേപോലെ മുഅ്മിനീങ്ങളിൽപ്പെട്ടവർക്കും കൊടുക്കും. അവിടെയൊന്നും പടച്ചവന്റെ ഇഷ്ടം ഒരു മാനദണ്ഡമാക്കുന്നില്ല അല്ലാഹു തആല. ആർക്കും കൊടുക്കും, ആർക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും പടച്ചമ്പുരാൻ. എന്നാൽ വലാ യുഅ്തൽ ഈമാന, ഈമാൻ പടച്ചതമ്പുരാൻ അങ്ങനെ കൊടുക്കില്ല. ഇല്ലാ മൻ യുഹിബ്ബു, ആരോടാണോ അല്ലാഹുവിന് ഇഷ്ടമുള്ളത്, ആരോടാണോ പടച്ചവന് സ്നേഹമുള്ളത്, അവർക്ക് മാത്രമേ പടച്ചോ ഈമാൻ കൊടുക്കുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേ. രാജാതിരാജനായ സർവലോക സംരക്ഷകനായ പടച്ച തമ്പുരാന് എന്നെയും നിങ്ങളോടും വല്ലാത്ത സ്നേഹമുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിൽ, ഖബറിലെ ജീവിതത്തിൽ, വിചാരണയിൽ, സ്വർഗത്തിൽ, നരകത്തിൽ, സർവസ്വത്തിലുമുള്ള വിശ്വാസം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയത്. ആ പടച്ചവന് നമ്മളോട് വല്ലാത്ത സ്നേഹമാണ്. ഈ സ്നേഹമൊക്കെ അറിയണം. അല്ലാഹ് അത്രയ്ക്കും സ്നേഹമുള്ളത് കൊണ്ട് സെലക്ട് ചെയ്ത പടച്ച തമ്പുരാൻ നമുക്ക് നൽകി. വലാ യുഅ്തൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു, ഇഷ്ടമുള്ളവർക്കല്ലാതെ പടച്ചവൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെയൊക്കെ ഗൗരവം അറിയണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് നോക്കണം. എത്രയോ അർഹതയുണ്ട് എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകുന്ന ആളുകൾ കഴിഞ്ഞുപോയി.
എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഏഷ്യ വൻകരയില്, ഇന്ത്യ മഹാരാജ്യത്ത്, കേരള സംസ്ഥാനത്ത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിനടുത്ത് ആലുവ ചൂണ്ടി ആയി മഹല്ലിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മഹല്ലിൽ ഒരു പാവപ്പെട്ട ഒരു മുസ്ലിമായ മാതാവിന്റെയും പിതാവിന്റെയും മകളായി നമ്മൾ ജനിച്ചു. ആ ജനനത്തോടുകൂടി പടച്ചവൻ നമുക്ക് വിശ്വാസത്തെ അങ്ങോട്ട് നൽകി അനുഗ്രഹിച്ചു. എന്നാൽ നമ്മൾ ചിന്തിക്കണം, അർഹതയുള്ള കുടുംബത്തിൽ പിറന്ന പലരും ഉണ്ടായിരുന്നില്ലേ? അർഹതയുള്ള കുടുംബത്തിൽ പിറന്നവർ ആരാ? പടച്ച തമ്പുരാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ദാസീദാസന്മാർ കടന്നുപോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖലീല് വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ഇബ്രാഹീമിനെ അല്ലാഹു തആല തന്റെ സ്നേഹിതൻ കൂട്ടുകാരനാക്കിയിരിക്കുന്നു എന്നല്ല പറഞ്ഞ ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പ, ചിന്തിച്ചു നോക്കണേ, ഇബ്രാഹിം നബിയുടെ വാപ്പയ്ക്ക് അള്ളാഹു ഈമാൻ കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് തന്ന ഈമാൻ ഒരു നബിയുടെ വാപ്പയ്ക്ക് പടച്ചതമ്പുരാൻ കൊടുത്തിട്ടില്ല. ചിന്തിച്ചു നോക്കേ, 950 വർഷക്കാലം തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങി അല്ലാഹുവിൽ വിശ്വാസമില്ലാത്ത മനുഷ്യരെയൊക്കെ പിടിച്ചു നിർത്തി പടച്ച തമ്പുരാനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. നൂഹ് നബി അല്ലാഹുവിനെ പറ്റി ഇങ്ങനെ അദ്ദേഹം പറയാൻ തുടങ്ങുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ വസ്തഗ്ശൂ സിയാബഹും വഅസറൂ വസ്തക്ബറു ഇസ്തിക്ബാറ ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം. നൂഹ് നബി അള്ളാഹിനെ പറ്റി പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ കാതുകൾക്കുള്ളിൽ കൈകൾ ഇങ്ങനെ തിരികെ കയറ്റി തലയിലൂടെ തുണിയെടുത്തിട്ട് ഓടുമായിരുന്നു, ആക്ഷേപിക്കും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ. എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും നിന്ന് പടച്ചവനെ പറ്റിയൊക്കെ പറയുമ്പോൾ ചുറ്റും കൂടി നിന്ന് കല്ലെറിഞ്ഞോടിക്കുമായിരുന്നു. കല്ലെറിഞ്ഞോടിക്കും. ഒരു ദിവസം ഇങ്ങനെ കല്ലുകൾ 4 ഭാഗത്തുനിന്നും എറിഞ്ഞു. നൂഹ് നബിക്ക് ഓടാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ ക്ഷീണിച്ചു കുഴഞ്ഞു വീണുപോയി. ആളുകൾ തുരുതുരാ കല്ലുകൾ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കല്ലു കൂമ്പാരങ്ങളുടെ അടിയിലായി പോയ അദ്ദേഹം. അത്രയ്ക്ക് കഷ്ടത സഹിച്ചിട്ടുള്ള ആളാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്ക്. കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് പള്ളിയുമായി ബന്ധമില്ലാതെ, ദീനുമായി ബന്ധമില്ലാതെ, ഇസ്ലാമിക ആദർശത്തോട് താല്പര്യമില്ലാതെ ഈമാനിനെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കളയുന്ന പൊന്നുമോനെ, നീ ഒന്ന് ചിന്തിക്കടാ. അല്ലാഹ് നിനക്ക് തന്ന ഈമാന്റെ വില. ആ നൂഹ് നബി എന്ന മഹാനായ പ്രവാചകൻ, അബ്ദൻ ശക്കൂറ, നന്ദിയുള്ള അടിമയെന്ന് പടച്ചവൻ പരിചയപ്പെടുത്തിയ പ്രവാചകൻ, ആ നൂഹ് നബിയുടെ മകൻ, ആ ചെറുപ്പക്കാരൻ അല്ലാഹ് ഈമാൻ കൊടുത്തിട്ടില്ല. മുസ്ലിം ചെറുപ്പക്കാർക്കൊക്കെ അഹങ്കാരം. അല്ലാഹ് തന്ന ഈമാന് പുല്ല് വില കൽപ്പിക്കുക. പോന്നെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ. നിസ്കാരവും ഇല്ല, പൂരപ്പറമ്പിൽ കറങ്ങി നടന്ന് അനാചാരങ്ങളുടെ പിന്നാലെ കറങ്ങി നടന്ന് ഈമാനിനെ നശിപ്പിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ. എന്റെ പൊന്നുമോനെ ചിന്തിക്കടാ, നിന്നെ പോലൊരു ചെറുപ്പക്കാരൻ, നൂഹ് ഒരു നബിയുടെ മോൻ, അല്ലാഹ് കൊടുത്തില്ല ഈമാൻ. അല്ലാഹ് കൊടുത്തില്ല. സഹോദരിമാര് ചിന്തിക്കണം. നൂഹ് നബിയുടെ ഭാര്യ, ഒന്നിച്ചൊരു കിടപ്പറയിൽ കിടന്നുറങ്ങുന്ന ഭാര്യ, ആ ഭാര്യക്ക്, ആ പെണ്ണിന് അല്ലാഹ് കൊടുത്തിട്ടില്ല ഈമാൻ. ലൂത്ത് നബിയുടെ ഭാര്യക്ക് അല്ലാഹ് കൊടുത്തിട്ടില്ല ഈമാൻ. ചിന്തിച്ചു നോക്കെ, ഇന്നോ ഇന്നലെയോ കണ്ട് പരിചയപ്പെട്ട ഏതെങ്കിലും ഒരുത്തന് വേണ്ടിയിട്ട് ഇസ്ലാമിനെയും വലിച്ചെറിഞ്ഞ്, ഈമാനെയും വലിച്ചെറിഞ്ഞ്, ഇസ്ലാമിക ആദർശത്തെയും വലിച്ചെറിഞ്ഞ് അവനോടൊപ്പം ഇറങ്ങി ഒളിച്ചോടാൻ മടിയില്ലാത്ത എന്റെ പെങ്ങളെ, അല്ലാഹ് തന്ന ഈമാന്റെ വില നീ അറിയണം. നബിമാരുടെ ഭാര്യമാർക്ക് പോലും കൊടുത്തിട്ടില്ലാത്ത കാര്യമാണ്. നബിമാരുടെ ഭാര്യമാർക്ക് പോലും കൊടുത്തിട്ടില്ല. പടച്ചവൻ ഈമാനിന്റെ കാര്യത്തില് ഒരാളെ അള്ളാഹുവിന് ഇഷ്ടമുണ്ടോ എങ്കിൽ മാത്രം പടച്ചവൻ കൊടുക്കും. നൂഹ് നബിയുടെ മോനല്ലേ, നൂഹ് നബിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള ആളല്ലേ, എന്റെ നബിക്ക് അത്ര ഇഷ്ടമുള്ള ആളല്ലേ, കൊടുക്കില്ല. ലൂത്ത് നബിക്ക് വളരെ ഇഷ്ടമുള്ള ഭാര്യയല്ലേ, കൊടുക്കില്ല. ഇബ്രാഹിം നബിക്ക് വളരെ ഇഷ്ടമുള്ള വാപ്പയല്ലേ, ഇല്ല, കൊടുക്കില്ല. അല്ലാഹുവിന് ആരെയാണോ ഇഷ്ടം അവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ പടച്ച തമ്പുരാൻ കൊടുക്കുകയുള്ളൂ.
ഒരാളുടെയും ഇഷ്ടം പടച്ച തമ്പുരാനെ പരിഗണിക്കുകയില്ല. ഒരാളുടെയും താല്പര്യം പടച്ച തമ്പുരാനെ പരിഗണിക്കുകയില്ല. എത്രത്തോളം എന്നറിയുമോ? മഹാനായ നബിയുല്ലാഹി മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം പോലും ഈമാൻ കൊടുക്കുന്ന വിഷയത്തിൽ പടച്ചവനെ പരിഗണിക്കുകയില്ല. നിസാര വിഷയമാണോ സഹോദരങ്ങളെ? ഈമാൻ കൊടുക്കുന്ന വിഷയത്തില് പ്രവാചക പുങ്കവരുടെ ഇഷ്ടം പോലും പടച്ച തമ്പുരാൻ പരിഗണിക്കുകയില്ലല്ലോ. വേറെ ഏത് കാര്യത്തിലും ആ ഇഷ്ടത്തെ പരിഗണിക്കുന്നതാ? അറിയില്ലയോ സഹോദരങ്ങളെ? ഇസ്ലാമിന്റെ ചരിത്രത്തിലെ നിസ്കാരം നിർബന്ധമാക്കി ആദ്യമായി അല്ലാഹുവിന്റെ പ്രവാചകരും സഹാബാക്കളും അടക്കമുള്ള വിശ്വാസി സമൂഹം ഖിബലയായി സ്വീകരിച്ചത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാ. മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിന്നാണ് വിശ്വാസി സമൂഹം നിസ്കരിച്ചിരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരുടെ മനസ്സിലെ താല്പര്യം എന്താ? അല്ലാഹുവേ, മസ്ജിദുൽ അഖ്സയ്ക്ക് പകരം മസ്ജിദുൽ ഹറാമിനെ ഒന്ന് ഖിബലയാക്കി തരുമോ? കഅബാലയത്തെ ഒന്ന് ഖിബലയാക്കി തരുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കാനാ ഇഷ്ടം. ആ ഇഷ്ടത്തോടുകൂടി റസൂലുള്ള പലപ്പോഴും നിസ്കാരത്തിൽ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുമായിരുന്നു. ഇത് പടച്ച തമ്പുരാന് മനസ്സിലായി. എന്റെ ഹബീബിന് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കലാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് അതാ കടന്നു വരികയാണ് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പടച്ച തമ്പുരാന്റെ ദിവ്യ സൂക്തങ്ങളെ അറിയിച്ചു കൊടുക്കുകയാ. പ്രിയപ്പെട്ട ഹബീബേ, താങ്കളുടെ താല്പര്യം, താങ്കളുടെ ഇഷ്ടം അല്ലാഹു പരിഗണിച്ചു നബിയേ. മസ്ജിദുൽ ഹറാമിലേക്ക് നിന്ന് നിസ്കരിക്കലാണ് താങ്കളുടെ ഇഷ്ടമെങ്കിൽ തിരിഞ്ഞുകൊള്ളുക നബിയേ. നിസ്കാരത്തിനിടയിൽ തന്നെ തിരിഞ്ഞുകൊള്ളുക നബിയേ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആയത്ത് വരികയാ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം. എന്റെ പ്രവാചകരെ, താങ്കളുടെ ഇഷ്ടം ഞാൻ അറിഞ്ഞിരിക്കുന്നു നബിയേ. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ നിന്നും മസ്ജിദുൽ ഹറാമിലേക്ക് മുഖം തിരിച്ചു കൊള്ളുക നബിയേ. ഖിബ്ലതൻ തർലാഹാ, താങ്കൾ ഇഷ്ടപ്പെട്ട ഖിബിലയിലേക്ക് തന്നെ താങ്കൾ മുഖം തിരിച്ചു കൊള്ളുക പ്രവാചകരെ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും, അതേ സുജൂദ് ചെയ്യുമ്പോൾ എവിടേക്ക് തിരിയണമെന്ന വിഷയത്തിൽ പോലും ഹബീബായ പ്രവാചകരുടെ ഇഷ്ടത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഗണിച്ചെങ്കിലോ എന്റെ സഹോദരാ സഹോദരി, പക്ഷേ ഈമാൻ കൊടുക്കുന്ന വിഷയത്തിൽ ഹബീബായ റസൂലിന്റെ ഇഷ്ടം പോലും പടച്ചവന് പരിഗണിക്കുകയില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ജീവിതകാലത്ത് ഒരുപാട് കൊതിച്ചു പോയതാ. തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയായ അബൂ ത്വാലിബിന് ഈമാൻ കിട്ടിയിരുന്നെങ്കിലോ, അബൂ ത്വാലിബ് മുസ്ലിം ആയിരുന്നെങ്കിലോ, ഒരു വാപ്പയില്ലാത്ത വിഷമം അറിയിക്കാതെ തന്നെ പോറ്റി വളർത്തിയ മൂത്താപ്പയാ, ഉമ്മയില്ലാത്ത വിഷമം തന്നെ അറിയിക്കാതെ പോറ്റി വളർത്തിയ മൂത്താപ്പയാ, സ്വന്തം മക്കളെക്കാൾ തനിക്ക് സ്നേഹം നൽകിക്കൊണ്ട് ജീവനേക്കാളേറെ തന്നെ സ്നേഹിച്ച് പോറ്റി വളർത്തിയ തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയായ അബൂ ത്വാലിബില്ലേ, അബൂ ത്വാലിബിനൊന്ന് ഈമാൻ കിട്ടാൻ, അബൂ ത്വാലിബൊന്ന് മുസ്ലിം ആകാൻ, അബൂ ത്വാലിബിന് ഈമാനിന്റെ ആദർശം കിട്ടാൻ അല്ലാഹുവിന്റെ ഹബീബ് കൊതിച്ചു പോയില്ലേ? അബൂ ത്വാലിബ് മരണാസന്നനായി കിടക്കുമ്പോൾ ഹബീബായ പ്രവാചകർ കടന്നു വരികയാ, മൂത്താപ്പാന്റെ ശരീരത്തിനെടുത്തിരിക്കുകയാ. എന്നിട്ട് കണ്ണീരൊഴുക്കി തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഹബീബായ മുത്ത് പറഞ്ഞില്ല, മൂത്താപ്പാ മരണാസന്നനായി കിടക്കുകയല്ലേ, ഇപ്പോഴെങ്കിലും ഒന്ന് അംഗീകരിക്കുമോ എന്റെ മൂത്താപ്പ? ഇനിയെങ്കിലും ഈമാൻ ഏറ്റെടുക്കുമോ മൂത്താപ്പ?
മൂത്താപ്പ ഇസ്ലാമിക ആദർശമൊന്ന് കൈക്കൊള്ളുമോ? അല്ലാഹുവിൽ താങ്കളൊന്ന് വിശ്വസിക്കുമോ? അതുകൊണ്ട് താങ്കൾ കലിമത്തു തൗഹീദ് ഒന്ന് ഉച്ചരിക്കുമോ? ഈമാനിനെ താങ്കളൊന്ന് ഏറ്റെടുക്കുമോ? ഹബീബായ പ്രവാചകർ മൂത്താപ്പയുടെ തലയുടെ ഭാഗത്ത് നിന്ന് പോലും എടുത്തു വന്നിരുന്ന പറയുകയാ. എന്ന് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഹബീബായ പ്രവാചകർ നുബുവത്തിന്റെ കൈകൊണ്ട് തന്റെ മൂത്താപ്പയുടെ ശരീരത്തിലെ തടകിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെ തടകിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്നതാ മഹാനായ ജിബ്രീൽ വന്ന് റസൂലുള്ളാന്റെ കൈ തട്ടി മാറ്റുകയാ. ജിബ്രീൽ വഞ്ചകന്റെ കൈ തട്ടി മാറ്റുകയാ. എന്നിട്ട് പറയുന്നു, ഇല്ല പ്രവാചകരെ, ഇല്ല പ്രവാചകരെ, വേറെ എന്ത് കാര്യത്തിലും അല്ലാഹു താങ്കളെ പരിഗണിച്ചേക്കാം. എന്ത് കാര്യത്തിലും താങ്കളുടെ ഇഷ്ടത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഗണിച്ചേക്കാം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മാത്രമില്ല ഹബീബേ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഇല്ല റസൂലേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, താങ്കളുടെ ഇഷ്ടം നോക്കി ഈമാൻ അല്ലാഹു കൊടുക്കില്ല നബിയേ. ഹിദായത്ത് കൊടുക്കുന്ന വിഷയത്തിൽ, ഈമാൻ കൊടുക്കുന്ന വിഷയത്തിൽ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കളുടെ ഇഷ്ടത്തെ, താങ്കളുടെ താൽപര്യത്തെ അല്ലാഹു പരിഗണിക്കില്ല പ്രവാചകരെ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പിന്നെയോ അല്ലാഹു ഈമാൻ കൊടുക്കുന്നത് അവനിഷ്ടമുള്ളവർക്ക് മാത്രമാ, അവന് താൽപര്യമുള്ളവർക്ക് മാത്രമാ. വേറെ ഒരാളുടെയും താൽപര്യം ആ വിഷയത്തിൽ പരിഗണനീയമല്ല നബിയേ.